الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ 5 നെടുന്തൂണുകളിൽ രണ്ടാമതായി എണ്ണിയത് നമസ്കാരമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇസ്ലാം നിലനിൽക്കുന്നത് നമസ്കാരം എന്ന ഇബാദത്ത് ആ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അതിപ്രധാനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് നമസ്കാരം, എന്തിനാണ് നമസ്കാരം എന്നത് അറിയാത്തത് കൊണ്ട് അതൊരു ഭാരമായി അനുഭവപ്പെടുന്ന ഒരവസ്ഥ പൊതുവെ മുസ്ലിമാണെന്ന് പറയുന്നവരിൽ കണ്ടുവരാറുണ്ട്. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, വെള്ളം കുടിച്ചാൽ ദാഹം മാറും, കുറച്ചു നേരം കളിച്ചാൽ നമുക്ക് മനസ്സിനൊരു ഉല്ലാസവും സന്തോഷമൊക്കെ കിട്ടും. പക്ഷെ നിസ്കരിച്ചാൽ എന്തിട്ടാനാ? നിസ്കരിച്ചാൽ പ്രത്യക്ഷത്തിൽ ഒന്നും കിട്ടൂല, ഒന്നും പ്രത്യക്ഷത്തിൽ നേർക്കേറെ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നൂല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആളുകൾ ഉള്ളത് എന്നത് കൊണ്ട് നമസ്കാരത്തെ കുറിച്ച് ഒരു മടിയും അശ്രദ്ധയും ഒരു ഭാരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയും ഒക്കെ പൊതുവെ തോന്നുന്നു. ഈ അടുത്ത് ഇസ്ലാം ഒഴിവായി ഞാൻ എക്സ് മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ കണ്ടു. അയാള് പറയുന്നത്, ഞാൻ ഇസ്ലാമിനെ അങ്ങ് ഒഴിവാക്കിയപ്പോ ഈ സന്തോഷത്തോടുകൂടി ആദ്യത്തെ 1-2 ദിവസം ഞാൻ സന്തോഷത്തോടുകൂടി 11 മണി വരെ കിടന്നുറങ്ങി. മറ്റേതിങ്ങനെ നിസ്കരിക്കണമല്ലോ ഒരു ചിന്തയായിരുന്നു, ഒരു കുറ്റബോധത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഞാൻ എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ ഇസ്ലാമിനെ അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങിയ ഒരു 11 മണി വരെ.
വല്ലാത്തൊരു സന്തോഷം. എന്താണ് ആ സന്തോഷത്തിന് അയാൾ അത്തരത്തിൽ അതിലെങ്ങനെ 11 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങിയതില്ല മൂപ്പര് സന്തോഷം കണ്ടെത്തിയത്. എന്നാൽ വിശ്വാസികൾക്ക് എന്താണ് നിസ്കാരം, എന്തിനാണ് നിസ്കാരം എന്ന് കൃത്യമായ ബോധമുള്ളവരായിരിക്കും. ആ ബോധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന മനസ്സുള്ള ആളുകളല്ലാത്ത ആളുകൾക്കൊക്കെ അത് വല്ലാത്ത ഭാരമായിട്ട് തോന്നുന്ന, എന്നാൽ വിശ്വാസികൾക്കോ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധമുള്ള ആളുകൾക്ക് എന്നെ സൃഷ്ടിച്ചത് റബ്ബ്, എനിക്ക് തലച്ചോറ് തന്നത് റബ്ബ്, കാഴ്ചയും കേൾവിയും സംസാരശേഷിയും തന്നത് റബ്ബ്, എന്റെ അവയവങ്ങളും പ്രവർത്തനശേഷിയും തന്നത് റബ്ബ്. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്റെ മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെ റബ്ബിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്റെ വേദനകളും വിഷമങ്ങളും ഞാൻ റബ്ബിനോട് പറയുന്നു. എന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞാൻ റബ്ബിനോട് പറയുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അതൊരു വല്ലാത്ത സന്തോഷമായിട്ട് ആനന്ദമായിട്ടാണ് തോന്നുന്നത് നിസ്കാരം. അതുകൊണ്ടാണ് മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അഖിം യാ ബിലാൽ എന്നല്ല പറയാ, അരിഹ്ന യാ ബിലാൽ എന്നാ പറയാ. ബിലാലെ, മനസ്സിന് സന്തോഷം, ആനന്ദം കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നത്. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയി, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. പടച്ചവനെ, എനിക്കൊരുപാട് ആവശ്യങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. പടച്ചവനെ, എനിക്കൊരുപാട് വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഇത് നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിന്ന് പറയുമ്പോഴാണ് അവർക്കൊരു മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നത്. അതാണ് വിശ്വാസികളുടെ അവസ്ഥ. ഈമാൻ ഇല്ലാതെ ആകുമ്പോഴാണ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ 11 മണി വരെ കിടന്നുറങ്ങി, അപ്പൊ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടിയാണ്. നേരെ മറിച്ചൊരു വിശ്വാസിക്ക് എപ്പോഴാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ്. ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ, പഠിച്ചോൻ ഒരു 3 മണി 3-4 മണിന്റെ ഇടയ്ക്കെങ്കിലും ആ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് എല്ലാ മതങ്ങളിലും ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയം എന്ന് രാത്രിയുടെ അന്ത്യയാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈന്ദവ മതത്തിലാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ഇസ്ലാമിലും പറയും, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രാത്രിയുടെ അന്ത്യയാമത്തെ കുറിച്ച് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് നിന്നിട്ട് മനസ്സിന്റെ വേദനകളും വിഷമങ്ങളും പറയാൻ എനിക്ക് സാധിച്ചാൽ അതൊരു വല്ലാത്ത സന്തോഷവും സമാധാനമായിട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. സുബഹിക്ക് നേരത്തെ ഇവിടുത്തെ മൃഗങ്ങളും പക്ഷികളും എഴുന്നേൽക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പേ പ്രകൃതി പ്രഭാതോദയം പൊട്ടി വരുന്ന സമയത്ത് എല്ലാ ജീവികളും എഴുന്നേറ്റ് സ്തോത്ര കീർത്തനം നടത്തുന്ന ആ സമയത്ത് എഴുന്നേറ്റിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈകാലുകൾ വൃത്തിയാക്കി വൊളു ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ആ മനസ്സാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും, അത് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അരിഹ്നായ ബിലാൽ, ബിലാലെ മനസ്സിന് ആനന്ദം മനസ്സിനൊരു സന്തോഷം താ ബിലാലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, മാനസികമായ നിർവൃതിയിലേക്ക് നമസ്കാരത്തിലൂടെ ഞാനും നിങ്ങളും എത്തണമെങ്കിൽ എന്താണ് നമസ്കാരം, എന്തിനാണ് നമസ്കാരം എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ ഒരു നിർവൃതിയിലേക്ക് നിസ്കാരത്തിൽ നിന്ന് ഞാനും നിങ്ങളും എത്തുള്ളൂ. ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നമസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹ, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇബാദത്തുകളാണ്. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോലികൾ ചെയ്യുന്നുണ്ട്, അലക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. ആ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. കാരണം അവന്റെ മനസ്സും ശരീരവും സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക, അങ്ങോട്ട് തിരിഞ്ഞിക്കുക.
നിസ്കാരത്തില് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിയാൽ പിന്നെ നമുക്ക് ദുനിയാവില്ല, ദുനിയാവിലെ ചിന്തകളില്ല. പിന്നെ ഭക്ഷണം തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, അനാവശ്യമായ സംസാരങ്ങളൊന്നും പാടില്ല. ഖുശൂ എന്നാണ്. ഖശഅ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയെന്ന. ഞാൻ എന്റെ മനസ്സും ശരീരവും അള്ളാഹിന്റെ മുമ്പിൽ അവിടെ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാ. പിന്നെ നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങളൊന്നുമില്ല. അത് തിന്നുകയും കുടിക്കുകയില്ല, സംസാരിക്കൂല, അനാവശ്യമായി തിരികെയും അറിയില്ല, അനാവശ്യമായ സംസാരങ്ങൾ. ആ നിസ്കാരത്തിലെ കർമ്മം എന്തുകൊണ്ടോ അത് മാത്രം. അതിന് പുറമെ അത്യാവശ്യമായിട്ട് കൊതുകന്ന് കടിക്കുന്നുണ്ട്, ചെറിയ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നല്ല. അതാ ഖുശൂ എന്ന് പറഞ്ഞ, ഖശഅ എന്ന് പറഞ്ഞ കീഴൊതുങ്ങിയെന്ന. മനസ്സും ശരീരവും അള്ളാഹിന്റെ മുമ്പിലേക്ക് അവൾ തിരിച്ചിരിക്കുന്നു. അതാ ഖുശൂ. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കീഴൊതുങ്ങിക്കൊണ്ട് നമ്മൾ ആദ്യം പടച്ചവനോട് പറയുന്ന എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വജ്ജഹ്തു ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖത്തെ, ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബിന് നേരെ ഞാൻ തിരിച്ചിരിക്കുന്നു. ഹനീഫൻ ശുദ്ധ മനസ്കനായിക്കൊണ്ട്, മുസ്ലിം എന്ന അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിക്കൊണ്ടും, വമാ അന മിനൽ മുശ്രികീൻ ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരിൽപ്പെട്ടവരല്ല. അള്ളാഹു മാത്രമാണ് എന്റെ മനസ്സിൽ റബ്ബ്, സംരക്ഷകൻ, സൃഷ്ടാവ്. ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുക്കി ഇന്ന സ്വലാത്തി വനുസുക്കി എന്റെ ത്യാഗങ്ങൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാത്തി എന്റെ മരണം. ഞാൻ ജനിച്ചത് അള്ളാഹു കണക്കാക്കിയിട്ട്, ഞാൻ ജീവിക്കുന്നത് അള്ളാഹു നൽകിയ ആയുസ്സായതുകൊണ്ട്, ഞാൻ മരിക്കുന്നത് അള്ളാഹു കണക്കാക്കിയ സമയത്ത്, എന്റെ ശരീരം അള്ളാഹു തന്നത്, ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം റബ്ബിന്റെതാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും ത്യാഗവും എന്റെ എല്ലാ ഇബാദത്തുകളും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ആകുന്നു. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെ ഒരു പങ്കുകാരനെയും കൽപ്പിക്കാതിരിക്കാനാണ് ഞാൻ, ഒരു പങ്കുകാരനെയും നിശ്ചയിക്കാതിരിക്കാൻ, സങ്കല്പിക്കാതിരിക്കാനാണ് ഞാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒരു ഒന്നാം തരം മുസ്ലിം ആകുന്നു. വാന മിനൽ മുസ്ലിമീൻ എന്നുണ്ട്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു. അപ്പം റബ്ബിന്റെ മുമ്പിലേക്ക് കൈകെട്ടിക്കൊണ്ട് പിന്നെ അള്ളാഹുവിനോടുള്ള സംഭാഷണം, മുനാജാത്ത് എന്നാ പറയാ, അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങളൊന്നുമില്ല, അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം. അതിലൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ചിലപ്പോൾ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ, അപ്പൊ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ നമ്മൾ പറയുന്നത്? പടച്ചോനെ, നിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിന്നത്, കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊണ്ട് പിന്നെ നിന്നത് നിന്റെ മുമ്പിലാണ്, പറഞ്ഞത് നിന്നോടാണ്, ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നിന്നോടാണ് സംസാരിച്ചത്. അപ്പൊ ഒരു മനുഷ്യൻ എന്നുള്ള എന്റെ ചിന്ത പല ഭാഗത്തേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് സലാം വീട്ടി ഉടനെ പടച്ചോനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ ഒരു ഓഫീസറോട് സംസാരിക്കുക, ഒരു ഓഫീസറോട് സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ അവിടെ എവിടെയും നോക്കിക്കുക, അയാളെ മനസ്സിൽ എന്താ തോന്നുക? ഇറങ്ങിപ്പോടാന്ന് പറയാൻ തോന്നൂലേ? പക്ഷെ റബ്ബ് അങ്ങനെ പറയൂല. കാരണം സൃഷ്ടാവിന് അറിയാം മനുഷ്യന്റെ സംവിധാനം, മനുഷ്യ മനസ്സിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി എന്നിലേക്ക് ശ്രദ്ധ തിരിക്കാണ് വേണ്ടത്. ഇനി മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നല്ല അശ്രദ്ധയും ശ്രദ്ധക്കുറവും അതുപോലെ തന്നെ ചിന്തയും നിങ്ങളെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ്? അള്ളാഹുവെ പറ്റിപ്പോയി, ഞാൻ മനുഷ്യനാണ്, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ, ഇത് പറയാം. ഇതാ നിസ്കാരം. നമുക്ക് ആ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാല് ഇബാദത്തുകളൊക്കെ ഇഹ്സാനായി തീരണമെങ്കിൽ, നന്മയായി തീരണമെങ്കിൽ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, കഅന്നക തറാഹു, നീ അള്ളാഹനെ അങ്ങോട്ട് കാണുന്നുണ്ട് എന്ന രൂപത്തിൽ. വൈലം തെക്കും തറാവു, നീ റബ്ബിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഫൈന്നഹു യറാക, അവൻ നിന്നെങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നിലൊരു നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു നേതാവ്, പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും ആവട്ടെ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാള്
നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ ശ്രദ്ധ ഉണ്ടാവുക നിസ്കാരത്തില്? തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ചെയ്യുമ്പോ ഖുശൂ, ഭയഭക്തി, താഴ്മ പരമാവധി ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കണം. ഈ നിസ്കാരം അള്ളാഹു ബുദ്ധിയും ബോധവുമുള്ള ഒരാളുടെ മേലും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. എന്തിനാ നിസ്കരിക്കുന്നതെന്നാ, എന്തിനാ നിസ്കരിക്കുന്നതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനില്, എന്നെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. എന്നെ നിങ്ങൾ ഓർക്കാത്തൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നെ നിങ്ങൾ ഓർക്കാത്ത ഒരൊറ്റ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി വിശ്വാസികളുടെ മേൽ അള്ളാഹു നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇബാദത്ത് നമസ്കാരം. നിങ്ങൾക്ക് സൗകര്യമായിട്ട് ചെയ്താൽ മതി എന്നല്ല. നിങ്ങൾ എന്റെ അടിമയാണോ, നിങ്ങൾ എന്റെ അടിമയായി ജീവിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എങ്കിലും നിങ്ങൾ നിസ്കരിച്ചിരിക്കണം എന്നാണ്. ഒരു അളവുമില്ല, ഒരു അളവുമില്ല. ഇളവ് അനുവദിക്കപ്പെട്ട ചില ഇളവുകൾ മാത്രം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. നിസ്കാരം ഒഴിവാക്കാൻ ഒരു അളവുമില്ല. കാരണം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാകുന്നു നമസ്കാരം. അത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ. സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം. അപ്പൊ അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ദിവസവും ഒരു രാവും ഒരു പകലും നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയാൽ പോലും അവനെ ആ നിസ്കാരം തിരുത്തും. അതുകൊണ്ട് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം ഓരോ മുഅ്മിനെയും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മളിപ്പോ സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടോ മറ്റോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പെട്ടിട്ടോ ഒരു തിന്മ ചെയ്തു പോയി, അല്ലെങ്കിൽ ഒരു ദുർബല സാഹചര്യത്തിൽ ഒരു തിന്മ ചെയ്തു പോയി. തിന്മ ചെയ്തു പോയ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് ഒരു വിശ്വാസിയാണെന്ന് നിസ്കരിക്കല്ലോ. എന്താ നമ്മൾ പറയുന്നത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, ശുദ്ധ മനസ്കനായിക്കൊണ്ട് നിനക്ക് കീഴൊതുങ്ങിയവനായിക്കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബേ, നിന്റെ മുമ്പിൽ ഞാനിതാ നിന്നിരിക്കുന്നു. അത് അർത്ഥം അറിഞ്ഞ് പറയുമ്പോ ഞാന് റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ടാണോ ആ ചെയ്ത പണി? അല്ല. അതുകൊണ്ട് തിരുത്തണം, എൻ്റെ അടുത്ത് വീഴ്ച പറ്റി പോയിട്ടുണ്ട്. ഹനീഫായിട്ടില്ല ഞാൻ, മുസ്ലിം ആയിട്ടില്ല ഞാൻ, ശുദ്ധ മനസ്കനായിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിക്കൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ നിന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ ചെയ്തത് റബ്ബിനെതിരാണ്, റബ്ബ് കൽപ്പിച്ചതിനെതിരാണ്. എന്റെ മനസാക്ഷി കുത്തുണ്ടാവും. ആ മനസാക്ഷി കുത്തുണ്ടാവും വിശ്വാസിക്ക്. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോ നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്ന് ഒരു വിശ്വാസിയെ നിസ്കാരത്തിൽ തടുക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിസ്കാരം ഓരോ വിശ്വാസിയെയും വരഞ്ഞു മുറുക്കിയാൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇബാദത്തായത്. അതുകൊണ്ട് ഗുണം നമുക്ക് തന്നെയാണ്. അള്ളാഹ്ക്ക് നമ്മള് ഒരാളും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ അധികാരത്തിന് യാതൊരു കുറവും വരില്ല. നമ്മളെല്ലാരും മുഴുവൻ സമയം സുജൂദിൽ കിടന്ന് നിസ്കരിച്ചാലും അള്ളാന്റെ അധികാരത്തിന് യാതൊരു വർധനവും ഉണ്ടാവില്ല. പിന്നെന്താണ്? നമ്മെ സൃഷ്ടിച്ചു വിട്ടു, നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകി, ഇഷ്ടം പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, നല്ല ശുദ്ധ മനസ്സിന്റെ ഉടമയായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നിങ്ങൾ ശുദ്ധമായ മനസ്സുള്ളവരായിക്കൊണ്ട് ജീവിക്കണം ഇതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശുദ്ധ മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ജീവിച്ച് അങ്ങനെ തിരിച്ച് എന്റെ അടുക്കലേക്ക്
മുമ്പിലേക്ക് വരണമെന്നാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി നിങ്ങളുടെ മേൽ ഞാൻ ഇതാ എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിച്ചു, റസൂലെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? അസ്വലാത്തു ലിവഖ്തിഹ, അത് സമയത്തിന് നിസ്കരിക്കലാണ് എന്നാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം, നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന കർമ്മമാണ് എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് എന്നാ പിന്നെ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെ ചെയ്താൽ മതി നിസ്കാരം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവോ? ഇത് അള്ളാഹ് പറഞ്ഞുതരാണ് ഖുർആനിൽ. എന്തിനാണ് നിസ്കാരം? അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയാണ് നിസ്കാരം. എന്താണ് നിസ്കാരം? അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങളെ മനസ്സും ശരീരവും കീഴ്പ്പെടുത്തലാണ് നിസ്കാരം. അപ്പൊ മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങി നിൽക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ് നമസ്കാരം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ആ കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കൂല, അല്ലെങ്കിൽ വൃത്തിയില്ല എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കൂല. ഇപ്പൊ നിസ്കാരം ഭാരമായിട്ട് തോന്നുന്നത് ഒന്നുകിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ക്വാറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കിണർ വീഴ്ക്കുന്ന ആളുകൾ, അങ്ങനെ നിത്യ കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നിസ്കാരം ഒരു ഭാരമായിട്ടല്ല തോന്നേണ്ടത്, ഒരാശ്വാസം. പടച്ചവനെ എന്റെ വേദനയും വിഷമവും പ്രയാസവും നീക്കിത്തരണേ, എന്റെ പാപങ്ങൾ പുറത്തന്നെ, റബ്ബിന്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നിൽക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. ആ സമയം അവർക്ക് കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ടാണ് തോന്നേണ്ടത്. മനസ്സിന് ഒരു സമാധാനവും സന്തോഷമായിട്ടാണ് ആ സമയം. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ദീർഘമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ആ നിർബന്ധമായ നിസ്കാരത്തിന്റെ സമയത്ത് ആ കൈയും കാലും തേച്ച് നിസ്കരിക്കുന്നത്, അപ്പൊ അവർക്കാണ് ആ സമയത്താണ് ഒരു ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന അവയവങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് റബ്ബിനോട് വേദനകളും വിഷമങ്ങളും പറയുകയും റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തുകയും ചെയ്യുന്ന അവസരം വിശ്വാസിക്ക് മനസ്സിന് ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന സമയമാവണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കർമ്മമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, ഈ കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസി പിന്നെ എന്റെ ജീവിതത്തിൽ മറ്റെല്ലാ പണിയും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് ചിന്തിക്കില്ല. ഒരു സമയവും അവൻ ഒഴിവാവില്ല എന്ന് മാത്രമല്ല, ഒരു നിസ്കാരത്തിന്റെ സമയമായ ഞാൻ അള്ളാഹിനോടുള്ള ബാധ്യത നിർവഹിച്ചില്ലല്ലോ, ഞാൻ എന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന പണി ഞാൻ ചെയ്തില്ലല്ലോ എന്ന ഒരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്ക് ഖുർആൻ പഠിച്ചിട്ട് നിസ്കാരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടും. ആ നിലക്ക് നിസ്കാരം എന്താണ്, എന്തിനാണെന്ന് മനസ്സിലാക്കി ആ ബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ഒരിക്കലും ഒരു വിശ്വാസിക്ക് അതൊരു ഭാരമായി തോന്നുകയില്ല. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ നിലക്കുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അർളു കുല്ലുഹാ മസ്ജിദുൻ വ തുഹൂറുൻ, ഭൂമി മുഴുവൻ മസ്ജിദാണ്, നമസ്കാര സ്ഥലമാണ്, തുഹൂറുൻ ശുദ്ധിയുള്ളതുമാണ്. വൈനമാ അദറകത്തുഹു സ്വലാത്തു, എവിടുന്നാണോ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയമാവുന്നത് ഫൽ യുസല്ലി ഫീഹി, അവിടെ നിങ്ങൾ നിസ്കരിച്ചോളാം. വയലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ചളി നജസല്ല, വിയർപ്പ് നജസല്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് നിസ്കാരത്തിന്റെ സമയമായാൽ ഊതെടുക്കാൻ ശുദ്ധവെള്ളം അവിടെ ഉണ്ടെങ്കിൽ ശുദ്ധവെള്ളം കൊണ്ട് ഊതെടുക്കുക. വെള്ളം ആ പരിസരത്തൊന്നും കിട്ടാനില്ലെങ്കിൽ കൈ രണ്ടും നിലത്തടിച്ച് മുഖവും കൈപ്പടവും തടവിക്കൊണ്ട് ആ വയലിന്റെ വക്കത്തുനിന്ന് നിസ്കരിക്കുക. അത് അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നതിൽ സന്തോഷം കിട്ടുന്ന ഒരവസ്ഥ. അത്തരം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര ഭാരപ്പെട്ട പണിയെടുക്കുന്ന ആൾക്കാർക്കും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ഭാരപ്പെട്ട പണിക്കടയിലും ഇത് ചെയ്യാൻ സമയം ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
ആ നമസ്കാരത്തിലോ ഖുശൂ ഉള്ളവരാണ്. ഞാൻ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ ചെയ്യുന്ന കർമ്മം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആള് അവൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഇബാദത്ത്, നിസ്കാരം. ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം സുജൂദാണ്. അഖറബുമായ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ റബ്ബിലേക്ക് ഏറ്റവും അടുത്തത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ആ സമയത്ത് ദുആ വർദ്ധിപ്പിച്ചുകൊള്ളുക. ഫർള് നിസ്കാരത്തില് ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ മാത്രമേ അവിടെ ആ സമയത്ത് ചെല്ലാൻ പറ്റുള്ളൂ. മൗമൂമിങ്ങൾക്ക് ഒരിക്കലും നിസ്കാരത്തിലെ സുജൂദും റുക്കൂഉം ദീർഘിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുന്നതോ സുന്നത്ത് നിസ്കാരങ്ങളോ ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും സുജൂദിൽ മനസ്സിന്റെ ഭാഷയിൽ ഞാൻ അറബി ഭാഷ തന്നെ വേണമെന്നില്ല, മനസ്സിന്റെ ഭാഷയിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ സുജൂദാണ് നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം. നെറ്റി എത്രത്തോളം അള്ളാഹിന്റെ മുമ്പിൽ താഴ്ത്താൻ പറ്റും അത്രത്തോളം താഴ്ത്തിക്കൊണ്ട് ആ നിൽക്കുന്ന സുജൂദാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സമയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയാ, ഇന്നകലൻ തസ്ജുദ ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. നീ അള്ളാഹിന്റെ മുമ്പിൽ ഒരു സുജൂദും ചെയ്തിട്ടില്ല, അള്ളാഹു നിന്റെ പദവികൾ ഉയർത്തിയിട്ടല്ലാതെ. വഹത്ത അൻക ബിഹാ ഖത്തിയതൻ, നിന്റെ ഒരു പാപം അത് മുഖേന കഴുകി കളഞ്ഞിട്ടല്ലാതെ. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ സുന്നത്ത് നിസ്കാരം. ഒരു പള്ളി കയറി ഉടനെ അവിടെ ഇരിക്കുന്നതിന് മുമ്പേ 2 റക്അത്ത് സുന്നത്ത്, ഒരു ഒതു എടുത്തു കഴിഞ്ഞാൽ അവിടെയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഇങ്ങനെ എപ്പോഴൊക്കെ സുജൂദ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ നിസ്കാരത്തിലൂടെ റസൂലിനെ പഠിപ്പിച്ച സുന്നത്ത് തന്നെ ധാരാളം ഉള്ളത് കൊണ്ട് ഒരിക്കലും പഠിപ്പിക്കാതെ നമ്മൾ ചെയ്യേണ്ടതില്ല. പഠിപ്പിച്ച സുന്നത്ത് തന്നെ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാൻ മാത്രം. അപ്പൊ നീ റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദും ചെയ്യുന്നില്ല, അതുകൊണ്ട് റബ്ബ് നിന്റെ ഒരു പദവി ഉയർത്തുകയും നിന്റെ ഒരു പാപം മായ്ച്ചു കളയുകയും ചെയ്തിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുജൂദ് ആണ്, നിലത്ത് സുജൂദ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പടച്ചവനെ എന്നെ എത്തിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് സുജൂദ് ആണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സമയം. അതുകൊണ്ട് സുജൂദ് ധാരാളമായി പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടു ജീവിതത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആത്മനിർവൃതിയോടുകൂടി നിസ്കരിക്കുന്ന നമസ്കാരക്കാരിൽ അള്ളാഹു എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ എല്ലാം നീ പൊറുത്തു തരണ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. നിന്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് നിന്റെ ഇഷ്ടദാസനായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നാഥാ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണ റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളിൽ നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങള് ഒരു വിഭാഗത്തെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നാഥാ, 2 ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് നേരിടാനും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഈമാനികമായ കരുത്ത് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.